എനിക്ക് തോന്നുന്നു ബാബു ആന്റണി എന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പണ്ട് തൊട്ട് സിനിമ ഞാനൊക്കെ സിനിമ കണ്ട് വളരുന്ന കാലമായിട്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ബാബു ആന്റണിയുടെ പല ആക്ഷൻ സിനിമകൾ കണ്ടു. അത് അങ്ങനെ ഒരു വില്ലനായി അല്ലെങ്കിൽ നായകനായി വന്നൊരു കഥാപാത്രം. പിന്നീട് ബാബു ആന്റണി എന്നൊരു വ്യക്തിയെ കോമഡിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അത് ചെയ്യാൻ ബാബു ആന്റണി കഴിയുമെന്ന് ഡയറക്ടർമാർ കണ്ടെത്തുന്നു. ബാബു ആന്റണി വ്യക്തിക്ക് ആ ക്യാരക്ടർ ഇടുമ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു ധൈര്യം വരുന്നത് എവിടെ നിന്നാണ്? അത് നമ്മുടെ ഡയറക്ടേഴ്സാണ് എനിക്ക് ആ ധൈര്യം തരുന്നത്. കാരണം അവർക്ക് ഇപ്പം മരണമാസമാണെങ്കിലും ശിവ പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ശിവ അത് നമ്മൾ ചെയ്താൽ വർക്കൗട്ടാവും. അല്ലല്ല, ചേട്ടൻ ചെയ്താൽ വർക്കൗട്ടാവും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഈ ഡയറക്ടേഴ്സ്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഈ പുതിയ തലമുറയുള്ള ഡയറക്ടേഴ്സിന് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുക, ഇങ്ങനെ ചെയ്യിക്കുക എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പിന്നെ ഇവരൊക്കെ പിന്നെ നമ്മുടെ സിനിമകൾ കണ്ട് വളർന്ന പിള്ളേരാണ്. ഇപ്പൊ തമിഴിലാണെങ്കിലും ഇപ്പം ഈ അജിത്തിന്റെ പടത്തിന്റെ ഡയറക്ടറും എൻ്റെ വലിയ ഫാനാണ്. ഇപ്പൊ ചെയ്ത സർദാർ 2 ഡയറക്ടറും എൻ്റെ വലിയ ഫാനാണ്. ഇവരൊക്കെ അതുപോലെ തന്നെ സൂര്യയും കാർത്തിയൊക്കെ നമ്മുടെ ഫാനാണ്. വിജയ് നമ്മുടെ ഫാനാണ്. ഇവരെല്ലാം നമ്മുടെ പടം കണ്ട് വളർന്ന ആ ഒരു അനുഗ്രഹം, നമ്മളിലുള്ളൊരു കോൺഫിഡൻസ്, അതാണ് നമ്മളിപ്പോഴും നിലനിർത്തുന്നത്. പിന്നെ ഓഡിയൻസിന്റെ സ്നേഹം, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ എന്തും ചെയ്ത് അതങ്ങ് ചെയ്യുകയാണ് അറിഞ്ഞ്. ശരിയാണ്, എല്ലാവരും എന്ത് വേണ്ടി നമ്മൾ തയ്യാറാണ്. ഇത്രയും ഫാൻ അല്ലെ, നമ്മള് സൂപ്പർ സ്റ്റാറുകൾ തമിഴിലെ ഏറ്റവും വലിയ അജിത്ത് ഉൾപ്പെടെയുള്ള ബാബു ആന്റണി എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ഫാനായി മാറുന്നു. അത് നമ്മൾ ചെയ്തു വെച്ച ഒരേ കഥാപാത്രങ്ങൾ അല്ലെ. കാക്കമുട്ടയും അതുപോലെ സൂര്യൻ, പൂഴിവാസലിലെ വെണ്ണിത്താണ്ടി വരുവായ, അതൊക്കെ പൂഴിവാസലിലേക്ക് എപ്പോഴും ഞാൻ ആ സർദാർ ചെയ്യുമ്പോൾ നമ്മുടെ യോഗി ബാബു എൻ്റെ കൂടെ കാക്കമുട്ടയിൽ അഭിനയിച്ച ആ പടത്തോടുകൂടിയാണ് പുള്ളി ഹീറോ ആയത്. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ അന്ത പടം ഞാൻ ഇപ്പം പാത്തു, അയ്യോ മായമാർക്ക് സാർ കൊമേഡിയൻ പറയും. അതുപോലെ എസ് ജെ സൂര്യ ആണെങ്കിലും പുള്ളി ആദ്യം എന്നെ ഇങ്ങനെ നോക്കി, പൂഴിവാസല്ലേ വാട്ട് എ മൂവി, വാട്ട് എ പെർഫോമൻസ്. അപ്പം മിത്രൻ്റെ ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുക, മിത്രൻ്റെ എക്സ്പ്രഷൻ ഇട്ടിട്ടിരിക്കുവായിരുന്നു ആദ്യം. കാർത്തി അത് ഞാൻ പൊന്നിയിൻ സെൽവത്തിന്റെ സമയത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനും ബ്രദറും ഫാനാന്ന് പറഞ്ഞു. പിന്നെ ഓഫ്കോഴ്സ് വിക്രം ഉണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാം നമുക്കെന്താ പറയുക, വലിയൊരു സ്നേഹമാണ് നമ്മുടെ ഒരു വലിയൊരു അസറ്റ്. എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ പറ്റും. തെലുങ്കിലാണെങ്കിലും ചിരഞ്ജീവി ആണെങ്കിലും ബാലകൃഷ്ണൻ ആണെങ്കിലും വെങ്കടേഷ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഞാൻ ഹീറോ ആയി കഴിഞ്ഞ് തെലുങ്കിൽ അങ്ങനെ അധികം പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ വില്ലൻ പരിപാടി നിർത്തിയത് കൊണ്ട്. വില്ലൻ പരിപാടി ഇനി വേണ്ടാന്നും വെച്ചിട്ടുണ്ടല്ലേ? അല്ലല്ല, വേണ്ടാന്ന് വെച്ചിട്ടില്ല. അത് നല്ല സംഭവങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും. അല്ല, ഒരു വില്ലൻ എന്ന് പറഞ്ഞ ഒരു സാധനം വേറെ ഇമേജ് കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പം ആ കഥയ്ക്കകത്ത് ഇപ്പോൾ 2 സീനേ ഉള്ളെങ്കിലും അതിനൊരു ആ കഥ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നമ്മളൊരു ആർട്ടിസ്റ്റാണ്, നമ്മളത് ചെയ്യും. കാരണം അത് അങ്ങനെയാണ്. ഇപ്പം ഇനി ഇപ്പൊ ചെയ്യണമെന്നുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ. ചേട്ടൻ ഇപ്പൊ ഇപ്പൊ കോമഡി ചെയ്തു വരുന്നു, ആക്ഷൻ ചെയ്തു വരുന്നു, ഒരു സെന്റി വൈശാലി പോലുള്ള പടം, അപരാനം പോലുള്ള പടം ചെയ്യാൻ പറ്റി. ഇനി എങ്ങനെ ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം, പല സിനിമകൾ കണ്ടു വളരുന്ന ഒരാൾ, പല സിനിമ ഇംഗ്ലീഷ് സിനിമ ഉൾപ്പെടെ കാണും, അത് മലയാളത്തിൽ ഇത്തരം ഒരു സിനിമ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉള്ളതായിരിക്കും. എനിക്കിതുവരെ ഒരു നല്ലൊരു ആക്ഷൻ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ നല്ല സിനിമയാണ്, പക്ഷെ അതുപോലെ ബഡ്ജറ്റിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ജെയിംസ് ബോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ അതുപോലെ നല്ല ബഡ്ജറ്റിൽ ഒരു സിനിമ ആക്ഷൻ പടം ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച്. അന്നൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഇല്ല, ടെക്നോളജി ഇല്ല, മോണിറ്റർ ഇല്ല, ഒരു ക്യാമറ ചൂസി വെക്കായിരിക്കും ചിലപ്പോൾ ക്യാമറ. ഇപ്പോഴത്തെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടൊരു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം. അങ്ങനെ അതുപോലൊരു ആക്ഷൻ സിനിമ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇനിയുള്ള ആഗ്രഹം. പിന്നെ ക്രൈസ്റ്റായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമുണ്ട്. ഇനിയിപ്പം നിലവിൽ റിലീസാനുള്ള സിനിമ നേരത്തെ പറഞ്ഞു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ അതൊക്കെയാണ്. ഇപ്പം സാഹസം, പിന്നെ അടിനാശം, വെള്ളപ്പൊക്കം, കേക്ക് സ്റ്റോറി, ഇതൊക്കെയാണ് റിലീസ് ചെയ്യാൻ പോകുന്ന പടം. പിന്നെ 2-3 പടങ്ങൾ, പിന്നെ സർദാർ 2 അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. 2 പടം തമിഴ് വേറെ വന്നിട്ടുണ്ട്. മലയാളം പടം ഹീറോ ആയിട്ട് തന്നെ 3-4 പടം ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴില് എനിക്ക് തോന്നുന്നു ബാബു ആന്റണി എന്ന വ്യക്തി തമിഴിൽ ശരിക്കും ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയിലേക്ക് വലിയൊരു യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഉള്ള ഡയറക്ടർമാർ തയ്യാറാവുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു അല്ലേ? മലയാളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. ഇപ്പം ഞാൻ പറയും, ഗ്രാൻഡ് മാസ്റ്റർ അഭിനയിച്ചപ്പോൾ നല്ല ഗൈഡിയും നല്ല അക്സെപ്റ്റൻസും കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കി ഗോൾഡാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇടുക്കി ഗോൾഡ് നല്ല ഗൈഡിങ് കാര്യങ്ങളും കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കായംകുളം കൊച്ചിൻ്റെ അതിലും നല്ല ഗൈഡും കിട്ടി. പിന്നെ മദനോത്സവം നല്ല ഗൈഡിങ് നല്ല അക്സെപ്റ്റൻസും കിട്ടി. പിന്നെ RDX, ഇപ്പം തമിഴിലാണ് ഇപ്പോൾ RDX പോലൊരു സിനിമ
തമിഴിലിപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് കൈയടി കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ നെക്സ്റ്റ് പടം ആൾക്കാർ അവന് ഹീറോ ആയിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് അങ്ങനെയാണ്. എന്നിട്ട് അത് വെച്ചൊരു 3-4 പടം അവർ മുതലാക്കും. 5ാമത്തെ പടം പൊട്ടുമായിരിക്കും, അത് വേറെ കാര്യം, പക്ഷെ അത് മുതലാക്കും. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ RDX എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞ് അതൊരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. ആ ടീം തന്നെ എന്നെ വെച്ചൊരു ആക്ഷൻ പടം ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് വിറ്റുപോയി. അങ്ങനെ ഒരു ട്രെൻഡ് മലയാളത്തിൽ കാണുന്നില്ല. അതൊരു അല്പം വിഷമമുള്ള ഒരു കാര്യമുണ്ട്. ഈ ആ ടീം മൊത്തം അവിടെ ഇവിടെ എല്ലാം പോയി, RDXന്റെ ടീം. എന്തുകൊണ്ടാണ് മലയാളത്തിൽ? എനിക്കറിയത്തില്ല എന്താണ്. അതാണ് മലയാളത്തിൽ ഇത്രയും ബിസിനസ് അത് മുതലാക്കണം. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ സക്സസ്ഫുൾ ആയി അപ്പം തന്നെ അവനെ ക്യാച്ച് ചെയ്ത് അവന്റെ മാനെ മാർക്കറ്റ് ചെയ്ത് കാശാക്കാൻ നോക്കണം. അങ്ങനെ ഒരു ബിസിനസ് കുറവായിട്ട് ഇല്ല, എനിക്ക് തീരെ ഇല്ല. കുറവല്ല, ഇല്ല. അപ്പൊ എന്തായാലും എക്സിസ്റ്റിംഗ് ഹീറോസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പുതിയൊരാൾ വന്ന് ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മുന്നോട്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.